കം ഇൻ? ആ വാ. ഇന്ന് ഡിസ്ചാർജ് ചെയ്യാണല്ലേ? എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? ഓക്കെ ഡോക്ടർ. വെൽ, നൗ യു ആർ എ പെർഫെക്റ്റ് ഹെൽത്തി മാൻ. ഇരിക്കൂ. ഈ ഹോസ്പിറ്റലിന്റെ വിജയ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവും ഇനി ബാലകൃഷ്ണൻ. കൈവിട്ടു പോയെന്ന് കരുതിയ എന്റെ ജീവിതം തിരിച്ചു തന്ന ഡോക്ടറാണ്. നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാണ്. ഭാഗ്യം കൊണ്ട് എല്ലാം ഒത്തുവന്നു, അത്രേ ഉള്ളൂ. ആ, അസുഖം ഭേദമായെന്ന് കരുതി പഴയതുപോലുള്ള കടിഞ്ഞാണില്ലാത്ത ജീവിതമൊന്നും പാടില്ല. ഡയറ്റ് കൺട്രോൾ ചെയ്യണം, പിന്നെ മുടങ്ങാതെ എക്സർസൈസ് ചെയ്യണം. ഇനിയിപ്പോ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ പഴയ മദ്യപാനവും പുകവലിയും ഒക്കെ നമുക്കങ്ങ് ഉപേക്ഷിക്കാം. എന്താ? ഇല്ല ഡോക്ടർ, ഇനി അതൊരിക്കലും ഉണ്ടാവില്ല. എനിക്കിനിയും ഒരുപാട് നാള് ജീവിച്ചിരിക്കണം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. എനിക്ക് ഈ ഹൃദയം തന്നത് ആരാണെന്ന് ഡോക്ടർ ഇതുവരെ പറഞ്ഞില്ല. സോറി, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ സാധാരണ പേഷ്യൻസിനോട് പറയാറില്ല. അല്ല, ഇനിയുള്ള ജീവിതം മുഴുവൻ മറ്റൊരാളുടെ ഹൃദയം വെച്ചോണ്ടല്ലേ? അപ്പൊ പിന്നെ മറ്റൊരാളുടെ ഹൃദയമാണെന്ന് ബാലകൃഷ്ണൻ ഒരിക്കലും ചിന്തിക്കണ്ട. ഇനി ഇത് തന്റെ തന്നെ ഹൃദയമാണ്. എന്നാലും അറിയാനുള്ള ഒരു... ഓക്കെ, ഇതാണ് കക്ഷി. ഇത് ഞാൻ എടുത്തോട്ടെ? ശരി. ആ, പിന്നെ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ബാലകൃഷ്ണൻ ബാങ്കിൽ ജോയിൻ ചെയ്താൽ മതി. കഴിയുന്നതും കുറച്ചു കാലത്തേക്ക് ഹാർഡ് വർക്കുകൾ ഒഴിവാക്കുക. ശരി. അയ്യോ, ഇവരിത് എവിടെ പോയി ബാലകൃഷ്ണൻ? ഡോക്ടറെ കാണാൻ പറ്റി ഇതുവരെ വന്നില്ലേ? ആകെ വരുന്നു. ഇനിയിപ്പോ എന്തിനാ കാര്യനായി? സന്തോഷിക്കല്ലേ വേണ്ടേ? മരിച്ചുപോയവന്റെ അച്ഛൻ ചെയ്ത സുഹൃതം കൊണ്ട് എന്റെ മോന്റെ ആയുസ് ഭഗവാൻ നീട്ടിക്കൊടുത്തത്. വാ, അച്ഛനെ തൊഴുത് കയറിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. വെൽക്കം. താങ്ക്സ്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഇതുകൊണ്ടൊന്നും മതിയാവില്ല കേട്ടോ. നമുക്ക് ശരിയാക്കാം. ബാലകൃഷ്ണ, എല്ലാവർക്കും കൊടുത്തു, എനിക്കില്ലേ? ഒന്ന് വഴിവിടും, വഴിവിടും, മാറും. സാർ, എന്തു പറ്റി ബാലകൃഷ്ണ? ഒന്നുമില്ല, ഒരു തലയിറക്കം. സാർ ആസ്പത്രി പോണോ? വേണ്ട. അല്ല, വല്ല വിഷമം തോന്നുന്നുണ്ട് ആസ്പത്രി പോയി അഡ്മിറ്റ് ആവേ. അങ്ങനെയാണെങ്കിൽ എന്റെ ലീവിന്റെ കാര്യം മാനേജർ സാർ ഒന്ന് നോക്കിക്കോണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടെന്ന്. കുറച്ച് ദിവസം കൂടി റെസ്റ്റ് എടുത്തോളൂ, അതാ നല്ലത്. സാർ ജോലി ചെയ്തോളൂ. ഐ എം ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. തെറ്റി തെറ്റി, എണ്ണം തെറ്റി.
നേരത്തെ എന്തായാലും സാർ ബാലകൃഷ്ണ എന്തു പറ്റി ബാലകൃഷ്ണ? ഇവിടെ നിൽക്കണ്ട, അകത്ത് വാ. എന്താ വിളക്ക് കെടും. എന്താ ചേട്ടാ? ത്രിസന്ധ്യ നേരത്ത് നീ എന്തിനീ വാതിലൊക്കെ കൊട്ടിയടക്കുന്നേ? നിനക്ക് എന്ത് പറ്റി? അവൻ എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആര്? ആ എബി എന്റെ കൂടെ കൂടിയിരിക്കുക. അവനിനി ഇവിടെയും വരും. ആരടാ നീ? ആരോട് ചോദിച്ചിട്ടാ വളപ്പി കയറിയത്? ഈ നെടുമ്പുള്ളി തറവാടിന്റെ മുറ്റത്ത് കാലുകുത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നമ്മളാരാ? നമ്മൾ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനാ അവിടെ നോക്കണേന്ന്? മുഖത്ത് നോക്കി സംസാരിക്കടാ. നിനക്ക് എവിടെ പോവാ? നിങ്ങൾക്ക് എന്താ കാര്യം? എന്റെ തറവാട്ടിൽ കയറി വന്ന് എനിക്കെന്താ കാര്യം ചോദിക്കാൻ നിനക്കെന്താ കാര്യം? ഇതെന്റെ വീടാ. എന്റെ ഭാര്യയും മക്കൾ അവിടെ താമസിക്കണേ. പ്രായമായൊരു പെണ്ണുണ്ട്. ഇത് എവിടേക്കാണ് അവിടെ നോക്കണേ? നിന്നെപ്പോലുള്ള അനാഥ പ്രേതങ്ങൾക്ക് അലഞ്ഞിരിഞ്ഞ് നടക്കാനുള്ള സ്ഥലമല്ല ഇത്. പോടാ, പോ. എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, എന്നോട് സംസാരിക്കുകയും ചെയ്ത്. പിന്നെ എങ്ങനെയാ തോന്നലാവുന്നത്? എന്നാ പിന്നെ അവന്റെ ഗോസ്റ്റ് ആയിരിക്കും. അതാ ഞാനും പറഞ്ഞത്. എന്റെ ഭഗവതി, കേട്ടാ അവൻ നിൽക്കുന്നുണ്ടാ? അവൻ അവിടെ തന്നെ നിപ്പുണ്ട്. എവിടെ? അവിടെ ഒന്നും കാണുന്നില്ലെന്നേ. അവിടെ ഉണ്ട്. ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നീ കാണുന്നുണ്ടോടാ? ഇല്ല. ഒന്ന് പോയി നോക്കിയ മക്കളെ. നീ കഥ തുറക്കരുത്. ഇവിടെ ആരെയും കാണുന്നില്ല അമ്മേ. അവന് വെറുതെ തോന്നിയായിരിക്കടാ മോനെ. ഓവർഡോസുള്ള ഒരുപാട് മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ആയിരിക്കും. അയ്യോ, എവിടെ? അവിടെ നിൽക്കുന്നുണ്ടാ? അവിടെ എങ്ങും ആരുമില്ലടാ മോനെ. നിനക്ക് വെറുതെ തോന്നുക. നീ ഒന്ന് അകത്ത് പോയി അല്ലമ്മേ, ആ വെള്ളപ്പാനും വെള്ളപ്പാനും അന്ന് വാതിലടക്കടാ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പോവാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഇതിനു മുമ്പ് നിന്നെ പോലെ പലരും ഇവിടെ കയറി വന്നിട്ടുണ്ട്. അവരൊക്കെ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോയിട്ടുള്ളൂ. അവൻ ഞാൻ അമ്മാവനോ? ഏത് വകുപ്പിലാണ് ഞാൻ നിനക്ക് അമ്മാവനായത്? എന്റെ മോളെ നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നിട്ടുണ്ടോ? നീ മരിച്ചിട്ട് എത്ര നാളായി? 6 മാസമായി. എടാ മോനെ, അഹങ്കാരം കൊണ്ട് പറയല്ലാട്ടോ. നിന്നേക്കാളും 3-4 ബലിച്ചോറ് കൂടുതലുണ്ടവനാ ഈ ഗോപാലമേനോൻ. നീ ഇറങ്ങ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ ഇറങ്ങടാ. പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. ഇറങ്ങാൻ പറഞ്ഞാ നീ. അത് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടം വരെ വന്നത്. എടാ ഇറങ്ങാൻ. മോനെ നോക്കിയേ, വലിയ അലച്ചിലൊന്നും വേണ്ടാട്ടോ. അവസാനം നിന്റെ കുടിയിൽ വേറെ ആള് കേറി കെടുക്കും. ഓക്കേ. അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പോ. പോടാ, പോടാ. സ്വന്തം കുഴി പോലും നോക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രേതം. ഇവനൊക്കെ എന്തിനാ ചത്തേ? അയ്യോ, ഇനി എന്റെ കുഴിയിൽ വല്ലവരും കയറി കിടക്കണ്ടാവോ? ഇറ്റ് ഇസ് മിയർലി സൈക്കോളജിക്കൽ. ഇതൊക്കെ ബാലകൃഷ്ണന്റെ ഓരോ തോന്നലാണ്. മറ്റൊരാളുടെ ഹൃദയമാണ് ഉള്ളിലുള്ളതെന്ന് ഓർത്ത് ബാലകൃഷ്ണൻ കൂടുതൽ കോൺഷ്യസ് ആവുന്നു. നോ, ഐ കാൺ ബിലീവ് ദിസ്. ഡോക്ടർ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സത്യമാണ്, എനിക്ക് അയാളെ കാണാം. ശരിക്കും അയാൾ എന്നോട് സംസാരിക്കാറുണ്ട്, എന്റെ ശരീരത്തെ തൊടാറുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ എന്നെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയാണ്. തന്നെ ഞാൻ എന്ത് ശല്യം ചെയ്തു? ഇവിടെ വന്നോ? ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായല്ലോ. അവൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ ബാലകൃഷ്ണ, എന്താ ഇത്? ഡോക്ടർ, അവൻ ഈ കസേരയിൽ ഇരിപ്പുണ്ട്. അവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. Come on, relax. Yes. എടോ, തന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓവർ എക്സഷനും മെന്റൽ ടെൻഷനും ഒന്നും പാടില്ല മിസ്റ്റർ ബാലകൃഷ്ണൻ. മെന്റൽ ടെൻഷൻ ഉണ്ടാക്കുന്ന താനല്ലേ എന്നെ ഇടം വലം തിരിയാൻ വിടാതെ പിടിച്ചിരിക്കല്ലേ? എന്റെ ദേഹത്തോടരുത്. ഡോണ്ട് ടച്ച് മീ പ്ലീസ്. ലീവ് മീ അലോൺ. ഓക്കെ, കൂൾ ഡൗൺ ആൻഡ് റിലാക്സ്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. പുറത്ത് വെയിറ്റ് ചെയ്യണ്ട. എങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. എന്നാ പുറത്ത് വെയിറ്റ് ചെയ്യ്. താങ്ക് യു. നിന്നെ അവൻ പോയാ? റിലാക്സ്.
ബാലകൃഷ്ണൻ ആരെയും നോക്കുന്നു? താൻ ഇതിനകത്തും കയറിയോ? എന്താ സാറേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിന്റെ പുറത്ത് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനറിയാതെ മുങ്ങിക്കളഞ്ഞില്ലേ? പിന്നെ മുങ്ങാതെ ഞാൻ പോകുന്നിടത്തൊക്കെ തന്നെ എഴുന്നള്ളിച്ചോണ്ട് നടക്കണോ? സാർ ആരോടെ സംസാരിക്കുന്നത്? തന്നോടല്ലടോ, ഇയാളോടാ സംസാരിച്ചത്. ബാലകൃഷ്ണൻ എന്തിനാ പേടിക്കുന്നത്? ഞാൻ തന്നെ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ. എന്റെ പൊന്ന് സഹോദര, എന്നെ വെറുതെ വിട്ടാരെ. തനിക്ക് എന്താ വേണ്ടത്? കാശാണോ? കാശാണേ പറ. ബാലകൃഷ്ണ, ഇനി എനിക്ക് എന്തിനാടോ കാശ്? പിന്നെ എന്താ തനിക്ക് വേണ്ടത്? നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസിലെത്തണ്ടേ? കോംപ്രമൈസ് ഉള്ള ഒരു പുല്ലുമില്ല. താൻ ഇറങ്ങിപ്പോടോ. ഇത് ഞാൻ പിടിച്ച ഓട്ടോ. തനിക്ക് വേണമെങ്കിൽ വേറെ ഓട്ടോ പിടി. അയ്യേ, എന്തേ കാണിക്കുന്നത്? ഇറങ്ങാല്ലേ പറഞ്ഞു. തന്നോട് ഇറങ്ങാല്ലേ പറഞ്ഞു. ഇറങ്ങണോ? സാർ ഒന്നിറങ്ങി. എന്താ? എന്റെ പൊന്ന് സാറേ, ഞാൻ കാല് പിടിക്കാം. ദൈവത്തോടത്തൊന്ന് അറിയി തന്നാട്ടെ. ഒന്ന് ഇറങ്ങട്ടോ. ഓ ഏയ് ഇറങ്ങിക്കോ. വേണ്ട, തന്റെ സഹായം ഒന്നും വേണ്ട. എന്താ കാര്യം? ഇത് വട്ടന്മാരക്കാരൻ ഓട്ടോ അല്ല. വല്ല ആംബുലൻസ് പിടിച്ച് പോകാൻ നോക്ക്. താനെന്താ ആളെ കളിയാക്കുവാണ്? തലയ്ക്ക് സുഖം വല്ല പ്രാദേശിക കിടക്കണോ? തലയ്ക്ക് സൂലാതെ തനിക്കാണോ? വണ്ടി നിർത്തണോ? പോയ